മായയ്ക്കും പാറുക്കുട്ടിക്കും ഡാർലിക്കും പരിചിതമാണ് കാട്ടിലെ വഴി. എന്നാൽ ആനക്കൂട്ടത്തെ കണ്ട് പേടിച്ചപ്പോൾ വഴി മാത്രമല്ല കഥ തന്നെ മാറി. കൂരിരുട്ടിലെ ഒരു രാത്രി ഉറക്കമില്ലാതെ തള്ളി നീക്കിയ മൂവർക്കും ഇത് അതിജീവനത്തിന്റെ പുതുകഥയാണ്. ആശങ്കയുടെ 14 മണിക്കൂറുകൾ. ഉൾവനത്തിന്റെ ഭീകരത മൂവരുടെയും മനസ്സിൽ ഇരുട്ടു പടർത്തിയ രാത്രി. ആന ഉണ്ടെന്ന് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടന്നു വരാൻ പറ്റാതെ വന്നു. ആന നിന്ന കാരണം ഞങ്ങൾ വഴി മാറിപ്പോയതാ. ആനേനെ പേടിച്ച് വഴി മാറിപ്പോയതാ. ചെക്കിടാമിൻ്റെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങ് പോന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ലക്കും പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല. പക്ഷേ പകൽ പോലെ എനിക്ക് ആ വഴി അറിയാവുന്ന വഴിയായിരുന്നു അതിനും. നേരെ ഇങ്ങ് പോരേണ്ടതിന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നേരെ പുറകോട്ട് പോയി ഞങ്ങൾ. കണക്കുകൂട്ടലുകൾക്കപ്പുറമായിരുന്നു നാടിന്റെ കരുതൽ. മായയെയും പാറക്കുട്ടിയെയും ഡാർലിയെയും തേടി നാട്ടുകാർ രാത്രി കാടുകയറി. മൂവർക്കുമായി ഊർജിത തെരച്ചിൽ. മണിയപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി പോയതാ. ആനയെ കണ്ട് വഴി മാറിപ്പോയി, അവരുടെ റൂട്ട് മാറിപ്പോയി. പിന്നെ തൊട്ടടുത്ത് ഇവിടം വരെ ആന ഒന്നില്ലേ, വീടിരിക്കുന്ന സ്ഥലത്തേക്ക്. പിന്നെ അവിടെ പനയൊക്കെ മിഞ്ഞാന്നേരം പൊടിച്ച് തിന്നേക്കണു. കൂട്ടായ പരിശ്രമത്തിൽ മൂവരും നാട്ടിലേക്ക്. എല്ലാവരും ഉണ്ടായിരുന്നു. ഫയർഫോഴ്സുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ സാധനമാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഓരോ സെക്ഷനായിട്ട് തിരിഞ്ഞ് നോക്കുമായിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോ ഏരിയ കവർ ചെയ്യുമായിരുന്നു. അമ്മേനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം. അത് കാരണം ഞങ്ങൾ വനത്തിൽ തന്നെയാണ് നടന്നത്, എല്ലാവരും കടന്നത്. അത് കാരണം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റി. എല്ലാവരോടും നന്ദിയുണ്ട്. ആശങ്കയുടെ രാത്രിക്കപ്പുറം ആശ്വാസത്തിന്റെ തീരത്താണ് കുട്ടമ്പുഴയെങ്കിലും കാടിറങ്ങുന്ന ആനപ്പേടി നാടിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ആ പ്രശ്നത്തിൽ കൂടി ഒരു പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കുട്ടമ്പുഴയിൽ നിന്നും സന്തോഷ് ശേഖവർക്കൊപ്പം അശ്വിൻ പാലാഴി, 24.